Hey guys, it's Nance and welcome back. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. എനിക്ക് ഡെങ്കു ഫീവറാണ്. സൺഡേ തുടങ്ങിയതാണ് പനിയൊക്കെ. ട്യൂസ്ഡേ ആയപ്പോഴേക്കും ഡെങ്കു പോസിറ്റീവായി. ഞാൻ ഡോക്ടറിനെ കാണിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ ഇപ്പോൾ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കൗണ്ട് കുറഞ്ഞ് വരുന്നതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് ഡിസ്ചാർജ് ആവുകയെന്നറിയില്ല. അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കുറേ ആയി വ്ളോഗ് എന്തെങ്കിലും എടുത്തിട്ട്. എനിക്ക് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഡെങ്കു വരുന്നതിന് ഒരാഴ്ച, അതിന് മുന്നത്തെ ആഴ്ച ഫുഡ് പോയ്സണിങ് ആയിട്ട് ഛർദി ഒക്കെ ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ ഡെങ്കു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലുണ്ടാവും കുറച്ച് ദിവസം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ തോന്നുമ്പോൾ വീഡിയോ എടുക്കാമെന്ന്. ഇവിടുന്ന് എന്തായാലും ഞാൻ ഒന്നും എടുക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ ഒരു ക്ലിപ്പ് ഇവിടുന്ന് എടുക്കാം എന്ന് വിചാരിച്ചു. IV ഒന്നുമില്ല. അതൊക്കെ ക്ഷീണം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഭയങ്കര ഷുഗർ ലോ ആയിരുന്ന ഡേയ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തിട്ടിരുന്നു. ഇപ്പോൾ IV ഒന്നുമില്ല. ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വയ്ക്കും. അത് നല്ല വേദനയാണ്. പിന്നെ ഡെയിലി രാവിലെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യും. ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദിവസം ടേസ്റ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെയും ഓക്കെ ആയി വരുന്നു. ഹായ് ഗായ്സ്, ഇത് നല്ല മഴയുള്ളൊരു ദിവസമാണ്. നൂൽപുട്ടും സ്റ്റൂ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. മേല് കഴുകി. എനിക്കിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയില്ല, ബോഡി പെയിനില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ടയേർഡാണ്. ഞാൻ കിടന്നുറങ്ങിപ്പോവും, അത്രയും ടയേർഡാണ്. മെഡിസിൻസിൻ്റെയും കൂടി ആയിരിക്കും. തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന ആലോചിക്കാൻ വയ്യ. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 മന്തിന് ശേഷമായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക. എക്സ്റ്റൻഷൻ ഉറപ്പാണ് എനിക്ക്. അത്രയും ലീവ് എടുക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇത് എന്താക്കാനാണ്, ഇത് എന്ത് വ്ളോഗ് ആക്കാനാണ് പ്ലാൻ എന്നുള്ളത് പോലും എനിക്കറിയില്ല. വീടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഒരുമാതിരി ഇരുട്ടാണ്. ഭയങ്കര ഗ്ലൂമിയാണ്. രാവിലെ മുതലേ ഒരു മഴയും മഴക്കാറും.
എനിക്കൊന്ന് തല കുളിക്കണം. മുടിയിലൊക്കെ ആകെ ഫുള്ള് ഡാൻഡ്രഫാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി തന്നെ കാണാം, അത്രയും ഡാൻഡ്രഫാണ്. അമ്മ തലയിൽ ഹോട്ട് ഓയിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രസമില്ല. ഇനിയും 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഡോക്ടറിനെ പോയി കാണിക്കണം. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുള്ളൂ. എന്താണ് 1 വീക്ക് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. കുറേ പേര് എനിക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വേറെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻസ്, പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ പേര് വീട്ടിലെ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് തരും. തലക്ക് ഇങ്ങനെ ചൊറിയുക. ഒന്നും ചെയ്യാനില്ല. അതായത് ഞാൻ എൻ്റെ നോവൽസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ബുക്ക് വായിക്കാനില്ല. പിന്നെ ക്രോഷേ ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം ബാംഗ്ലൂരാണ്, ഒന്നും എടുത്തിട്ടില്ല. അപ്പം എനിക്കൊന്നും ചെയ്യാനില്ല. വെറുതെ ഫോൺ നോക്കി കിടക്കുക, സിനിമ കാണുക, കഴിക്കുക. കരടിക്കുട്ടിയായിട്ടുണ്ട്. നമുക്ക് ഫേഷ്യൽ ഹെയർ എടുക്കണം, അല്ലാണ്ട് ബോഡി ഹെയർ എടുക്കണം. ഒരു ലോങ് ഷവറായിരിക്കും. ഇത് കാർമസീൻ്റെ ഫേഷ്യൽ റൈസറാണ്. പിന്നെ ഞാൻ ബോഡി വൈസിൻ്റെ ഒരു ബോഡി സ്ക്രബ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടില്ല, ഇന്നാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ടാനൊക്കെ റിമൂവ് ചെയ്യും എന്നാണ്, ഡെഡ് സ്കിൻസൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യും എന്നൊക്കെയാണ്. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ്. ബോഡി വൈസ് എൻ്റെ നീണ്ട നീരാട്ടിന് ശേഷം കാണാം. എന്തെന്നായി കുരുവൊക്കെ കളഞ്ഞ് പിന്നെയും വന്നു. 1:30 കഴിഞ്ഞ സമയം. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ഫ്രണ്ട് അഞ്ജന വരുന്നുണ്ട്, രോഗിയെ കാണാൻ വരിക. പക്ഷെ പെണ്ണിന് വഴിയൊന്നും അറിയില്ല. എൻ്റെ വീട് കുറച്ച് ഉള്ളിലോട്ടാണ്, അപ്പോൾ വഴി മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ ഭയങ്കര ഇരുട്ടൊക്കെയാണ് പുറത്ത്, മഴ പെയ്യും തോന്നുന്നു. രസമില്ല. സമയം 10:30. 10:30. എന്തൊരു രസം തോന്നുന്നു. പല്ല് വെച്ചിട്ടില്ല, മുഖം കഴുകിയിട്ടുള്ള ഒന്നുമില്ല, പക്ഷെ രസം. ഈ കണ്ണിലൊക്കെ എന്തായിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഉച്ചയായി. ഞാൻ ഇപ്പോൾ ഇത്രയും നേരം എന്തായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ, ആസൈക്കൂടെ എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയിട്ടില്ലേ, അയ്യോ അതാണ് ഭയങ്കര അഡിക്റ്റായി ഞാൻ ആ പാട്ടിന്. ഞാൻ ഇന്നലെ ഫുൾ ആ പാട്ട് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ എണീച്ചപ്പോഴും കുറേ പേര് അതിൻ്റെ ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങി.
അപ്പോൾ എനിക്കത് ചെയ്യണം ഭയങ്കര ആഗ്രഹം. ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം. പക്ഷേ എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നുണ്ട്. ഡാൻസ് കളിക്കുമ്പോൾ ഭയങ്കര കാലൊക്കെ വേദനിക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ആ സ്റ്റെപ്പൊക്കെ ഇരുന്ന് പഠിച്ചു. എനിക്ക് വേഗം വീഡിയോ എടുക്കണം എന്ന് തോന്നുക. സച്ചുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവന് എടുത്തുതരാൻ ചാൻസ് കുറവാണ്. കുറേ വെയിറ്റ് ചെയ്ത് ബാംഗ്ലൂർ ചെന്നിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല. എനിക്ക് വേഗം വീഡിയോ എടുക്കാൻ തോന്നുന്നു. ഞാൻ എന്തായാലും ആ ഡാൻസ് കളിച്ചിട്ട് അപ്ലോഡ് ചെയ്യും. അത് ലേറ്റായിട്ടാണ് ശരി, നല്ല രീതിയിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യും. ഡാൻസിൻ്റെ എനിക്ക് ഒട്ടും ക്ഷമയില്ല. വേണമെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ വേണമെങ്കിൽ എനിക്ക് എടുക്കായിരുന്നു. പക്ഷെ ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ സച്ചുവിനോട് തന്നെ പറഞ്ഞിട്ട് സച്ചു എനിക്ക് എടുത്തു തന്നു വീഡിയോ. ഞാൻ അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം നല്ല വീഡിയോ ആണ്, എനിക്കിഷ്ടമായി. ഒരു സന്തോഷം. ഞാനൊരു 25th ഒക്കെ ആയിട്ട് ബാംഗ്ലൂർക്ക് പോകും. 24th ഡോക്ടറിനെ കാണിക്കാൻ പോകണം. അതാണ് വേറൊരു അപ്ഡേറ്റ്. ഡെങ്കിയൊക്കെ മാറി. പക്ഷെ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. ബൈ. എന്നെ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. നാളെ മറ്റന്നാൾ ബാംഗ്ലൂർ തിരിച്ച് പോകും. എനിക്കെന്ത് ചെയ്യണേ? നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നേന്ത്രപ്പഴവും ചായയാണ്. അത് കുടിക്കുകയാണ്, അതോട് കഴിക്കുകയാണ്, കുടിക്കുകയാണ്. ഇല്ല, എനിക്കെന്താണ്, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നെ ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരാൻ ഉച്ച കഴിയും, അല്ലെങ്കിൽ വൈകുന്നേരം ആവും. എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം. വാങ്ങിയിട്ടില്ല. എനിക്ക് പനിയാ ഗൈസ്. നന്നായി ഗൈസ്. ഗൈസ് നന്ദന മേടിച്ചെടുക്കുകയാണ്. ഞാൻ ഒരു കുർത്ത വാങ്ങിക്കൊടുക്കാന്നാ പറഞ്ഞ. ഒരു 4-5 കുർത്ത എടുത്തിട്ടാണ് ട്രൈ റൂമിലേക്ക് പോയിരിക്കുന്നത്. സീൻ കോൺട്ര. ആരാ വണ്ടി ഓടിക്കുക? നമ്മൾ 2 സാധനം എടുക്കാൻ വേണ്ടിട്ട് ഇത്രയും വലിയ പാത്രം. അതെ, ആ 2 സാധനം നമ്മ പറഞ്ഞത് ഇത് ഫുള്ള് നിറയുന്നത് കണ്ടോ? സമയം വരും പോട്ടെ. ഇപ്പം സമയം ഒരു 5:15. ഞാനൊന്ന് കുളിച്ചു. എനിക്ക് കുറച്ച് നേരം കിടക്കാനൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തോടെ വീഡിയോ നിർത്തുകയാണ്. ഞാൻ നാളെ ബാംഗ്ലൂർ പോകും. അപ്പോൾ നമ്മുടെ ഡെങ്കിയുമായിട്ട് നാട്ടിൽ വന്ന നന്ദനയുടെ വീട്ടിലെ വിശേഷം കഴിഞ്ഞു. കുറേ പേര് വ്ളോഗ് എവിടെയെന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജസ് ഒക്കെ കണ്ടു ഞാൻ. അതിൽ കുറച്ച് പേരൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. വ്ളോഗ് ഇതാ കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ വ്ളോഗ് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഡു കമൻറ്റ്. ഉടനെ നിങ്ങൾക്ക് വേറൊരു വ്ളോഗ് പ്രതീക്ഷിക്കാം. എന്താണെന്നൊക്കെ അപ്പോൾ കണ്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ കുറേ പേര് നല്ല സപ്പോർട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നതൊക്കെ ചിലത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് തന്നെ ശരിക്കും വീഡിയോസ് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകും. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ 15K സബ്സ്ക്രൈബേഴ്സായി, പിന്നെ മൊത്തത്തിൽ സന്തോഷം. അപ്പം ഞാൻ ബൈ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്.